വാർത്തകൾ തുടർന്നു. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ച ബി.ജെ.പിയിൽ മേയർ ചർച്ചകൾ സജീവമാകുന്നു. ബി.ജെ.പി നേതാവ് വി രാജേഷ്, മുൻ IAS ഓഫീസർ ആർ ശ്രീലേഖ എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം വി രാജേഷിന് അനുകൂലമാണെന്നാണ് റിപ്പോർട്ടുകൾ. കേന്ദ്ര തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ പ്രഖ്യാപനം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ് വി രാജേഷ് വിജയിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ച ബി.ജെ.പിയിലാണ് ഇപ്പോൾ മേയർ ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി നേതാവ് വി രാജേഷ്, മുൻ IAS ഓഫീസറായ ആർ ശ്രീലേഖ എന്നിവരുടെ പേരുകളാണ് സജീവമായി പരിഗണനയിലുള്ളത്. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം വി രാജേഷിന് അനുകൂലമാണെന്നൊക്കെയാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കേന്ദ്ര തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുക. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൊടുങ്ങാനൂർ ഡിവിഷനിൽ നിന്നാണ് വി രാജേഷ് വിജയിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ച ബി.ജെ.പിയിലും മേയർ ചർച്ചകൾ സജീവമാവുകയാണ്. ബി.ജെ.പി നേതാവ് വി രാജേഷ്, മുൻ IAS ഓഫീസർ ആർ ശ്രീലേഖ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ സജീവ പരിഗണനയിലായിട്ടുള്ളത്. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം വി രാജേഷിന് അനുകൂലമാണ് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. കേന്ദ്ര തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുക. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ് വി രാജേഷ് വിജയിച്ചത്.